അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ബോട്ടിൽ ഫാക്ടറി എന്ന വീക്ക്ലി ടാസ്കിന്റെ രണ്ടാമത്തെ ദിവസവും കോളമായിരിക്കുകയാണ്. അവർ ആ ടാസ്ക് കോളമാക്കി കളഞ്ഞു. ഇതിനുള്ള മെയിൻ ഉത്തരവാദി നമ്മുടെ അനീഷ് തന്നെയാണ്. ക്ലിയർ കട്ടായിട്ട് പറയാം, ഈ വീക്ക്ലി ടാസ്ക് ഇന്നത്തെ ഡേ കുളമാകാനുള്ള മെയിൻ കാരണം അനീഷ് തന്നെയാണ്. 100% അനീഷ് തന്നെയാണ്. ബാക്കിയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അവിടെ അല്ലറ ചില്ലറ ഗെയിമും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്നാലും ഇന്നത്തെ വീക്ക്ലി ടാസ്ക് കുളമാവാനുള്ള മെയിൻ കാരണം അനീഷ് തന്നെയാണ്. അതിന് യാതൊരുവിധ തർക്കവും വേണ്ട. ചിലപ്പം അനീഷിന്റെ ഫാൻസ് എന്ന് പറയാം, അനീഷ് അവിടെ ഗെയിം അതെ, കാരണം ഇന്നലെ ആ ടാസ്ക് കുളമാക്കിയപ്പം അനീഷിന്റെ ഫാൻസ് വന്നിട്ട് പറഞ്ഞാൽ അനീഷ് അവിടെ ഗെയിം കളിച്ചതാണെന്ന് പറയുകയാണ്. പക്ഷെ ശരിക്കും പറയാനാണെങ്കിൽ അനീഷ് അവിടെ ഇന്നത്തെ ദിവസം അനീഷ് അവിടെ ടാസ്ക് കുളമാക്കുകയാണ് ചെയ്തത്. സീരിയസ്ലി അനീഷ് അവിടെ ടാസ്ക് കുളമാക്കുകയാണ് ചെയ്തത്. തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള മനോഭാവത്തിൽ അനീഷ് ആ ഇന്നത്തെ റൗണ്ട് കുളമാക്കി. ആകെ ഒരു ഒറ്റ റൗണ്ടേ നടന്നിട്ടുള്ളൂ. പക്ഷെ ആ ഒരു റൗണ്ടിൽ പോലും ഇവർക്ക് ഒരു പോയിന്റ്സ് പോലും കളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് കുളമാക്കിയതും അനീഷ് തന്നെയാണ്. അപ്പം എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്, ഇന്നത്തെ വീക്ക്ലി ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് ഡിസ്കസ് ചെയ്യാം, റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. ആദ്യം തന്നെ പറയട്ടെ, നല്ല മഴയുണ്ട്. അപ്പോൾ ആ മഴ പെയ്യുന്ന ശബ്ദം നന്നായിട്ട് ഇവിടെ കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കുറച്ച് വോയിസ് നല്ലപോലെ എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ദയവായി എല്ലാവരും സഹകരിക്കാം. നമുക്ക് നേരെ നമുക്ക് ഇന്ന് നടന്ന മെയിൻ സംഭവങ്ങളൊക്കെ വരാം. ആദ്യം തന്നെ ബിഗ് ബോസ് മോർണിംഗ് ടാസ്കിലൂടെ വീക്ക്ലി ടാസ്കിൽ ചെറിയൊരു മാറ്റം നല്ലൊരു മാറ്റം വരുത്താൻ നോക്കുകയാണ്. അതായത് വീക്ക്ലി ടാസ്കിൽ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന് പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഒരു വോട്ടിംഗ് നടത്തുകയാണ്. വോട്ടിങ്ങിലൂടെ ഇതിൽ ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടറിനെ മാറ്റാൻ വേണ്ടി ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ വോട്ട് ചെയ്യാണ്. വോട്ട് ചെയ്ത് ക്വാളിറ്റി ഇൻസ്പെക്ടർ ആയിട്ടുള്ള ജിഷിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുകയാണ് ബിഗ് ബോസ്. അങ്ങനെ എല്ലാവരും കൂടെ 6-7 എന്നാണ് വോട്ടിംഗ് ലൈൻ. ആ 6-7 എന്നാൽ ഇതിൽ 7 വോട്ട് നൽകി ജിഷിനെ എല്ലാവരും കൂടെ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റി. ഇതിനുശേഷം സാബുമാനെ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റി. പക്ഷെ സാബുമാനെ കൊണ്ടുവന്നത് നന്നായി. കാരണം സാബുമാൻ ഇന്ന് വാ തുറന്ന് ഗെയിം കളിച്ചു. സാബുമാൻ സീരിയസ്ലി പറയാതിരിക്കാൻ പറ്റൂല. സാബുമാൻ ഇന്ന് വാ തുറന്ന് ഗെയിം കളിച്ചു. ആൻഡ് അതിനുശേഷം നെവിനെ ബിഗ് ബോസ് ഡയറക്ട്ലി മുതലാളിയുടെ സ്ഥാനത്ത് നിന്നും എവിക്ട് ചെയ്ത് വിട്ടു. അതായത് ഇന്നലെ അലസതയോടുകൂടി ഗെയിം കളിച്ച ആ ഒരു ടാസ്ക് ചെയ്ത നെവിനെ മുതലാളി, ആ ഒരു ഓറഞ്ച് ഡ്രിങ്ക്സിന്റെ ആ കമ്പനിയുടെ മുതലാളി സ്ഥാനത്ത് നിന്നും ബിഗ് ബോസ് ഡയറക്ട്ലി എടുത്ത് കളഞ്ഞു. അങ്ങനെ മറ്റൊരു മുതലാളിയെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറയാണ്, ഹൗസ് മേറ്റ്സിനോട് നോമിനേറ്റ് ചെയ്യാൻ പറയാണ്. അതുപോലെ തന്നെ ഇന്ന് മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്ന വേറൊരു കമ്പനിയും കൂടെ സ്റ്റാർട്ടാവും. അപ്പൊ അതിലേക്കുള്ള മുതലാളിയും കൂടെ സെലക്ട് ചെയ്യാൻ പറയാണ്. അപ്പം ഓറഞ്ച് ജ്യൂസ് കമ്പനിയിലേക്ക് ഷാനവാസിനെയും മാംഗോ ജ്യൂസ് കമ്പനിയിലേക്ക് നമ്മുടെ ആരിനെയും കൂടെ സെലക്ട് ചെയ്യണം. അപ്പൊ കമ്പനികളുടെ എണ്ണം 3 ആയി. അപ്പം ഇതാണ് മെയിൻ ഫസ്റ്റ് നടന്ന ആ ഒരു ഈ ഒരു ടാസ്കിലൂടെ വീക്ക്ലി ടാസ്കിൽ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെ ഈ വീക്ക്ലി ടാസ്കിൽ വലിയൊരു മാറ്റം ഉണ്ടായി. വലിയൊരു മാറ്റം തന്നെയാണ്. കാരണം ജിഷിൻ ഇന്നലെ നല്ലപോലെ ഫേവറബിൾ ആയിട്ടാണ് ആ ഒരു ടാസ്ക് ചെയ്തത്. അത് ശരിയായിട്ടുള്ള നടപടിയല്ല. അത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ അനുമോളാണെങ്കിൽ അത്യാവശ്യം ആ ടാസ്കിന്റെ ക്യാരക്ടർ എന്താണ് അത് അതേപടി ഡിറ്റോ ആയിട്ട് 100% നന്നായിട്ടാണ് അനുമോൾ ആ ടാസ്ക് ചെയ്തത്. അതിൽ യാതൊരുവിധ തർക്കവും വേണ്ട. അങ്ങനെ വെച്ച് അതുകൊണ്ട് അനുമോൾക്ക് വോട്ട് കിട്ടിയില്ലെന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ജിഷിന് തന്നെയാണ്. ഇതിനുശേഷം അനീഷും ഈ ഫുഡ് കഴിക്കുന്നതിനിടെ അനീഷും ആദിലയും തമ്മിൽ ഫൈറ്റുന്നു. അതായത് ഫുഡ് കഴിക്കുന്നതിനിടെ വെസൽ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പം ആദില പോയിട്ട് വെസൽ ക്ലീൻ ചെയ്യണം. അപ്പം അനീഷ് പറയാണ്, ഇന്നലെ നിങ്ങൾ മോർണിംഗിലാണ് വെസൽ ക്ലീൻ ചെയ്തത്, അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് ഉച്ച ഡ്യൂട്ടിയാണ്. പക്ഷെ ആദിലൊന്നും കേൾക്കുന്നില്ല. ആദിലെ അനീഷ് തമ്മിൽ ഒരു വാക്ക് തർക്കം അവിടെ ഉണ്ടാവുകയാണ്. ഇന്നൊക്കെ ഷാനവാസ് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം 5 വലിയ ബോട്ടിൽസും 3 സ്മോൾ ബോട്ടിൽസും ആണ് ഉള്ളത്. അപ്പം അതിൽ 5 വലിയ ബോട്ടിൽസിനെല്ലാം 5 പോയിന്റ് വീതവും ചെറിയ ബോട്ടിൽസിനെല്ലാം 1 പോയിന്റ് വീതവും കിട്ടും. ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജിഷിനും നെവിനെ ബിഗ് ബോസ് പുറത്താക്കിയല്ലോ. ഇവർക്ക് ടാസ്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇവരെ ബിഗ് ബോസ് ടാസ്കിന്റെ ടൈമിൽ ബിഗ് ബോസ് എടുത്ത് ജയിലിലിട്ടു. ആ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇവരെ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഇവർ രണ്ടുപേരും ജയിലിലേക്ക് ഇട്ടു.
അങ്ങനെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ ടാസ്ക് ചെയ്യാൻ തുടങ്ങി. ജിഷിനെയും അതിനു മുമ്പായിട്ട് ജിഷിനെയും നമ്മുടെ നെവിനെയും ഒനിയില് ജയിലിലേക്ക് ആക്കി. അതിനുശേഷം അനീഷും അതിനുശേഷം അവിടെ ബോട്ടിലേക്ക് എടുത്തു. ബോട്ടിലൊക്കെ മാക്സിമം അവർ കളക്ട് ചെയ്തു. ബോട്ടിൽ ക്ലീൻ ചെയ്തു. ബോട്ടിൽ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ ബോട്ടിൽ സെയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതുവരെ പക്ക ഓക്കെയാണ്. ഇവര് നന്നായിട്ട് ബോട്ടിലൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്, പോയിന്റ് ഡീലൊക്കെ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കാര്യം എടുത്ത് പറയേണ്ട കാര്യം, ആദിലെ നൂറയുടെ ഗെയിം മാറ്റി. ആദിലെ നൂറെ ഇപ്പം ഗെയിം കളിക്കുന്ന അനീഷിന് എഗെയിൻസ്റ്റ് ആണ്. അനീഷിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആദിലെ നൂറെ ഇപ്പൊ ഗെയിം കളിക്കുന്നത്. ആദിലയും നൂറയും രണ്ടുപേരും ഗെയിം കളിക്കുന്നത് അനീഷിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അനീഷിനെ മാക്സിമം മോക്ക് ചെയ്യാനും അനീഷിനെ മാക്സിമം ഇന്ററപ്റ്റ് ചെയ്യാനും അനീഷിനെ മാക്സിമം ട്രിഗർ ചെയ്യാനാണ് ആദിലെ നൂറെ നോക്കുന്നത്. പക്ഷെ ഇന്ന് ട്രിഗറായി, അനീഷ് നല്ലപോലെ ട്രിഗറായി. അനീഷ് അവിടെ എന്തോ ആദില ഡീല് സംസാരിക്കുന്നതിനിടെ കയറി ഇരുന്നു എന്നും പറഞ്ഞ് നൂറ ബോട്ടിലെടുത്തതിന് എന്ത് ചെയ്തു, അനീഷിന്റെ ജ്യൂസ് കലക്കായിരുന്ന വെള്ളം എടുത്ത് അനീഷ് നൂറയുടെ ആദിലയുടെ ദേഹത്ത് ഒഴിക്കുകയാണ്. ട്രിഗറായിട്ട് നൂറയുടെ ആദിലയുടെ ദേഹത്ത് ഒഴിക്കുകയാണ്. എന്നിട്ട് ആദില വന്നിട്ട് ആ വെള്ളം അത്രയും താഴെ ഒഴിച്ചു കളഞ്ഞു. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. മെയിൻലി ഒരു ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അനീഷും ആദിലയും നൂറയും തമ്മിൽ ഒരു ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇതിനുശേഷം ഒരു ഫണ്ണിയായിട്ട് ഈ ജിഷിനും നെവിനും കൂടെ അനുമോളുടെ പുതിയ പ്ലാച്ചിയായിട്ട് സാബു മാനാങ്ക് അവരോധിച്ചു. അതായത് അനുമോളുടെ പുതിയ പ്ലാച്ചിയാണ് സാബു മാൻ എന്നും പറഞ്ഞ് ജയിലിക്കണവർ വിളിച്ച് പറയുന്നുണ്ട്. ഇതിനുശേഷം എന്തുകൊണ്ടാണ് ജയിലിലുള്ളവർക്കും പോയി ഡ്രിങ്ക്സ് വെള്ളം കൊടുത്തതിന് ആദിലേക്ക് ബിഗ് ബോസ് ആദിനെ വോൺ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ചെക്കിന്റെ സമയത്ത് എല്ലാവരും കൂടെ വന്ന് ക്വാളിറ്റി ചെക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ക്വാളിറ്റി ചെക്കിനാണ് പിന്നീട് എല്ലാ ടാസ്കുകളാണ് വന്നത്. ഇന്നലെ അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്കിനാണ് ടാസ്കുകളാണ് വന്നത്. ഇതില് അനുമോളും സാബുമാനും തമ്മിൽ അപ്പോഴാണ് സാബുമാൻ വാ തുറക്കുന്നത്. സാബുമാൻ വാ തുറന്ന് അവിടെ ഗെയിം കളിക്കുകയാണ്. എന്ന് വെച്ചാൽ അനുമോളും സാബുമാൻ നമ്മുടെ വാക്ക് തർക്കം ഉണ്ടാവുകയാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ സാബുമാൻ ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നത് ഇപ്പോഴാണ് കാണുന്നത്. കാരണം കറക്റ്റ്ലി ഗെയിമാണ് സാബുമാൻ അവിടെ നന്നായിട്ട് ആ ഒരു പൊസിഷനിൽ ഇരുന്ന് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് സാബുമാൻ അവിടെ ചെയ്തത്. അനുമോൾ ഒബ്വിയസ്ലി ഇന്നത്തെ പോലെ തന്നെ ക്യാരക്ടർ വിട്ടിട്ടില്ല. അങ്ങനെ ഇവര് ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണ്. ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ചപ്പ് ചെയ്ത് ചളിഞ്ഞതും എല്ലാം സ്ക്രാച്ച് വിടുന്ന എല്ലാ ബോട്ടിലും ഉണ്ട്. പക്ഷെ ഇവിടെ മെയിൻ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷിന്റെ ബോട്ടിലിൽ, അതായത് അനീഷ് ലൈം ജ്യൂസ് കലക്കിയ ബോട്ടിലിൽ മുടി ഉണ്ടായിരുന്നു. മുടി എന്ന് പറയുമ്പോൾ ശരിക്കും ഈ തനിയ ബോട്ടിൽ വീഴുന്നതല്ലല്ലോ. അപ്പൊ മുടി വീഴുന്ന ബോട്ടിലാവുമ്പോൾ ഹൈജീന്റെ പ്രശ്നം വരും. അപ്പൊ ഹൈജീന്റെ പ്രശ്നം വന്നാൽ അത് ആ ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. കാരണം ഒരു ബോട്ടിലെ വെള്ളത്തിനകത്ത് മുടി കാണുകയാണെങ്കിൽ അത് ഒരിക്കലും ആ ബോട്ടിൽസ് ആ കമ്പനി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹൈജീൻ ഇസ് എ പ്രോബ്ലം. ഹൈജീൻ ഉള്ള ഒരു പ്രോബ്ലമാണ്. അപ്പം അതിന്റെ ഭാഗത്ത് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം, 100% ന്യായം. അങ്ങനെ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത് ആര്യന്റെ 2 ബോട്ടിൽ മാത്രം. ഷാനവാസിനെ റിജക്ട് ചെയ്ത് വിടുകയായിരുന്നു. വേണമെങ്കിൽ ഷാനവാസിനെ അക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ ഷാനവാസിനെ അക്സെപ്റ്റ് ചെയ്തില്ല. 2 ബോട്ടിൽസ് ആര്യന്റെ ഫുള്ളും അക്സെപ്റ്റ് ചെയ്തില്ല. ആര്യന്റെ 2 ബോട്ടിൽസ് അനുമോൾ അക്സെപ്റ്റ് ചെയ്യാണ്. സാബുമാനെ ഓക്കെ പറയാം. അപ്പം ഒരു മുടിയുടെ എന്ന് വെച്ചാൽ ഈ മുടി വീണതിന് അനീഷാണെങ്കിൽ ന്യായീകരിച്ച് പണ്ടാരടങ്ങാണ്. അനീഷ് ന്യായീകരിച്ചു. അത് മൈക്രോസ്കോപ്പിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു മുടിയെ പറ്റി ഇങ്ങനെ പറയില്ല, റിജക്ട് ചെയ്യല്ലേ. ആ കുപ്പി മാത്രം എടുത്ത് ഒഴിവാക്കിയിട്ട് ബാക്കി അക്സെപ്റ്റ് ചെയ്യണം. ബാക്കി എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? എടാ മുടി വീണു എന്ന് വെച്ചാൽ ആ ജ്യൂസിനാണ് മുടി കിടക്കുന്നത്, അല്ലാതെ ബോട്ടിലിന്റെ പുറത്തല്ല. ബോട്ടിലിന്റെ പുറത്തായിരുന്നെങ്കിൽ നമ്മൾ ആരുടെങ്കിലും മുടി വീണു എന്ന് പറയാം. പക്ഷെ ജ്യൂസിനകത്ത് മുടി വീണാൽ അത് ഹൈജീന്റെ പ്രശ്നം തന്നെയാണ്. ഹൈജീന്റെ പ്രശ്നമാകുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന്റെ ഭാഗത്ത് 100% ന്യായം. ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്താലാണ് പ്രശ്നമാവുന്നത്. അങ്ങനെ ഇതില് ഇവര് ആര്യന്റെ മാത്രം 2 ബോട്ടിൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അനീഷ് ആണെങ്കിൽ ട്രിഗർ ആയിട്ട് അനീഷ് എല്ലാ ബോട്ടിൽസും വലിച്ചു വാരി എറിഞ്ഞ്, എന്ന് വെച്ചാൽ പാക്ക് ചെയ്ത എല്ലാ ബോട്ടിൽസും വലിച്ചു വാരി എറിഞ്ഞ് ചപ്പിച്ചളുക്കി അതിനെ ചവിട്ടി ഒരു പരുവമാക്കി അനീഷ് മാക്സിമം ടാസ്ക് കുളമാക്കി. ട്രിഗർ ആയിട്ട് വയലന്റ് ആയിട്ട് അനീഷ് ടാസ്ക് കുളമാക്കി. അതായത് തനിക്ക് ലക്ഷ്മി ഇവിടെ ഒരു പോയിന്റ് കറക്റ്റ്ലി പറയുന്നുണ്ട്, അതിലോട്ട് വരാം. തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട. ഇന്നലെ നടന്ന മെയിൻ കാര്യങ്ങൾ അത് തന്നെയാണ്. തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടുന്ന ഭാവത്തില് അനീഷ് എന്ത് ചെയ്തു? അനീഷ് ആ ടാസ്ക് ഫുള്ള് കുളമാക്കി. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ആ പോയിന്റ് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു അവസരമായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, അപ്പൊ അത് വെറും എന്താണ്, അതായത് ആ ഒരു ജ്യൂസിനെല്ലാം ചവിട്ടി വരെ അനീഷ് പൊട്ടിച്ചു കളഞ്ഞു.
ഭയങ്കര മോശമായിപ്പോയി. കാരണം അനീഷ് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്താണ് ഇത്ര നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാൾ പക്ഷെ ഇങ്ങനെ ട്രിഗർ ആവുന്നത് അനീഷിന് തന്നെ ഒരു നെഗറ്റീവ് ഇമേജേ കൊണ്ടുവരുള്ളൂ. ഇവിടെ അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക്. ഇന്നലെ കിടന്ന് അലമുണ്ടാക്കിയ നമ്മുടെ ഡീലേഴ്സ് അല്ലല്ലോ മറ്റേ അവര് എന്താ പേരെന്താ മറന്നു, ഏജൻസ് പോലും അവിടെ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ഭാഗത്ത് ഒരു ന്യായവും പറയാൻ പറ്റത്തില്ല. കാരണം അനീഷ് ചെയ്തത് നല്ല ശതമാനം തെറ്റാണ്. അനീഷ് ഗെയിം ചേഞ്ച് ചെയ്ത് വിടുക, അത് എങ്ങനെയാണെങ്കിലും പറയാം. പക്ഷെ ഇവിടെ അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ് ഫുൾ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, ബിഗ് ബോസ് വിളിക്കുകയാണ്, ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുകയാണ്. അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. എല്ലാവരും അനീഷിനെ അഗെയിൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞു. ഇങ്ങനെ ചവിട്ടി എല്ലാവരും ഷാനവാസ് ഉൾപ്പെടെ എല്ലാവരും അനീഷിനെ അഗെയിൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞു. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ്. അങ്ങനെ ലിവിങ് ഏരിയയിലേക്ക് വരും. ലിവിങ് ഏരിയയിൽ തമ്മിൽ ഇവരുടെ ഇടയിൽ ബോട്ടിലില്ല. പക്ഷെ ബിഗ് ബോസിനോട് അവർ പറയുന്നത് 2 ബോട്ടിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ പേരിൽ അവിടെ വാക്ക് തുറക്കും വഴക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അനീഷ് ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അനീഷിന്റെ ഭാഗത്തുനിന്ന് ന്യായം ഒരിക്കലും ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഭയങ്കരമായിട്ട് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. ബോട്ടിൽ അവിടെ കാണാനില്ല. അവർ അക്സെപ്റ്റ് ചെയ്ത ബോട്ടിലെല്ലാം അനീഷ് നശിപ്പിച്ചു പറഞ്ഞു. പക്ഷെ എന്തോ മാംഗോ ജ്യൂസിന്റെ ബോട്ടിലൊക്കെ ജിസയിലൊക്കെ മാറ്റി വെച്ചിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പക്ഷെ അതൊന്നും അനിമോൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇതെല്ലാം ബോട്ടിലെന്ന് പറയുകയാണ്. അപ്പൊ പക്ഷെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പോലെ എക്സോസ്റ്റഡ് ആയിപ്പോയി. ബിഗ് ബോസ് നല്ലൊരു ട്രിഗർ ആയി. കാരണം വോയിസ് കേട്ടാൽ തന്നെ എത്ര ബോട്ടിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് പറയൂ എന്ന് ബിഗ് ബോസ് ഷൗട്ട് ചെയ്ത് അനൗൺസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ബിഗ് ബോസിന് പോലെ മതിയായി എന്നുള്ളൊരു ഫീലായി ഈ ടാസ്ക് നടത്തിയിട്ട്. കാരണം അങ്ങനെയാണ് ബിഗ് ബോസിന്റെ വോയിസ് എന്ന് കേട്ടത്. അങ്ങനെ ഈ ബോട്ടിൽ ഇവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ ഇന്നത്തെ ടാസ്കും ക്യാൻസലായി. പിന്നെ ഇതിന്റെ പേരിലുള്ള പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ അനീഷ് ഒരു സംസാരമൊക്കെ അവിടെ നടത്തുന്നുണ്ട്. ഈ ജിസയിലാണെങ്കിൽ അനിമോൾക്ക് അഗെയിൻസ്റ്റ് അവിടെ പറയുന്നത്, ആര്യൻ അനിമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അനിമോൾ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, കറക്റ്റ് പോയിന്റിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ ഭാഗത്ത് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന്റെ ഭാഗത്ത് ആ മിസ്റ്റേക്ക് അവർ പറയുന്ന കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അക്സെപ്റ്റ് ചെയ്ത കുട്ടി സംരക്ഷിക്കേണ്ടത് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്ങനെ ചെയ്യാൻ പറ്റും? കാരണം സഡൻലി ഉള്ള ഒരു അറ്റാക്ക് ആയിരുന്നു അനീഷിനത്, അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. സാബുമാൻ അവിടെ പറയുന്നുണ്ട് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മളത് അംഗീകരിക്കുന്നു, അത് അനിമോൾ അംഗീകരിക്കുന്നു. പക്ഷെ ഇത് സഡൻലി ഉള്ള ഒരു അറ്റാക്ക് ആയിരുന്നു, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മിക്കവാറും ഇതിന് മേലിൽ ലാലേട്ടൻ വൃത്തി അനീഷിന് കൊടുക്കേണ്ടതാണ്, കൊടുക്കില്ല ദൈവത്തിന് അറിയാം. അങ്ങനെ എല്ലാവരുടെ സംസാരം നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ലക്ഷ്മി പോയിട്ട് അനീഷിന് കറക്റ്റ് പോയിന്റ് പറയുന്നുണ്ട്. അനീഷ് ഏട്ടാ എന്താ നിങ്ങൾ ചെയ്തത്? ഇന്ന് ഇത്ര ഇത് കാരണം ടാസ്ക് കൊള്ളാവാൻ കാരണം ഒറ്റ ഉത്തരവാദി നിങ്ങളാണ്, അനീഷ് മാത്രമാണ്. കാരണം എന്താന്ന് വെച്ചാൽ തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്ന മനോഭാവം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി കറക്റ്റ് പോയിന്റ് അനീഷിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, അനീഷിനോട് പറയുന്നുണ്ട്. കറക്റ്റ് പോയിന്റ് ആണ്, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ടാസ്ക് ഇങ്ങനെ കൊളവാക്കിയെങ്കിൽ ശരി, മുടി വീണു, നമുക്ക് സെക്കൻഡ് റൗണ്ട് ഉണ്ടല്ലോ, സെക്കൻഡ് റൗണ്ടിൽ ഹൈജീൻ ആക്കി കൊടുക്കാം, ഇത് ക്യാൻസൽ ആയി പോട്ടെ, ഇനി ഉണ്ടല്ലോ റൗണ്ട്, ഇനി ഉണ്ടല്ലോ. അങ്ങനെ പക്ഷെ ഷാനവാസിനെ ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ അതൊക്കെ അവരുടെ എന്താണ് ക്വാളിറ്റിയാണ്, ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഇത് അനീഷിന് എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, മുടി വീണു എന്ന് കണ്ടാൽ അനീഷിന്റെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിവേ അവിടെ ആര്യന്റെ അക്സെപ്റ്റ് ചെയ്ത് 2 അക്സെപ്റ്റ് ചെയ്ത് അതിന്റെ കോയിനെങ്കിലും കൊടുക്കണ്ടേ, അതിന്റെ കോയിനെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷെ അനീഷ് മൊത്തത്തിൽ തകർത്ത് കളഞ്ഞു. വെരി ബാഡ് ഗെയിം. എല്ലാവരും പറയുന്ന ഡേർട്ടി ഗെയിമാണ് അനീഷ് കളിച്ചതെന്നാണ് പറയുന്നത്. വീട്ടുകാരെല്ലാവരും അനീഷിനെ ഗെയിംസ് ആയിട്ടായിരുന്നു ആ ഗെയിമിന്റെ ഭാഗത്ത്. അങ്ങനെ അതിൽ ടോക്കൽ അവിടെ കഴിഞ്ഞു. എന്നിട്ട് അനീഷ് അനീഷിനെ എല്ലാവരും കൂടി നന്നാക്കി കളിയാക്കി, ചോദ്യം ചെയ്ത് കളിയാക്കി വിടുകയാണ്. അക്ബർ, നൂറ എല്ലാവരും ലക്ഷ്മി എല്ലാവരും കളിയാക്കി അവിടെ വിടുന്നുണ്ട്, നമ്മളെ പ്രൊമോയില് കണ്ടത് കണക്ക്. പക്ഷെ ഡിബേറ്റ് ടാസ്ക് കാണിച്ചില്ല. ഡിബേറ്റ് ടാസ്ക് ഇനി BB+ലായിരിക്കും. ഡിബേറ്റ് ടാസ്ക് നല്ലൊരു ടാസ്ക് ആണ്, പക്ഷെ അത് എപ്പിസോഡ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് കാരണം ഈ ഡിബേറ്റ് ടാസ്ക് കാണിക്കാതെ ചോക്ലേറ്റിന്റെ ബഹളമാണ് അവിടെ കാണിച്ചത് എപ്പിസോഡിൽ. ശരിക്കും ഡിബേറ്റ് ടാസ്ക് കാണിക്കണമല്ലോ, ഡിബേറ്റ് ടാസ്ക് BB+ കാണിക്കുന്നത്. ചോക്ലേറ്റിന്റെ ഇഷ്യൂ ഒക്കെ BB+ കാണിക്കാനുള്ളത്. ഇതെന്തിനാണ് എഴുതിയെടുത്ത എപ്പിസോഡിൽ കാണിച്ചത്? എന്നിട്ട് ഡിബേറ്റ് ടാസ്കിന് ശേഷമുള്ള അനീഷിനെ സംസാരത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബിന്നി പോയിന്റ് പറയുന്നത് അത് മാത്രം കാണിച്ചു. അത് വീട്ടിനകത്ത് ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ്. ശരിക്കും ഡിബേറ്റ് ടാസ്ക് കാണിക്കാനുള്ളത്. ഇനിയിപ്പോ BB+ ഇരുന്ന് കണ്ടിച്ചാണ് ഡിബേറ്റ് ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് നോക്കാൻ. എന്നിട്ട് അതിനുശേഷം ഇവർക്ക് ചോക്ലേറ്റ് കിട്ടിയില്ലേ, അതായത്
ഇന്നലെ ജിത്തു ജോസഫ് ഒക്കെ വന്നിട്ട് ചോക്ലേറ്റ് ക്ലെയിം ചെയ്തില്ലേ, ആ ക്ലെയിം ചെയ്ത ചോക്ലേറ്റ്സിന്റെ പേരിൽ അവിടെ ഒരു എന്താ സംസാരമൊക്കെ നടക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഇന്ന കിട്ടിയില്ല, എനിക്ക് ഇനി ചോക്ലേറ്റ് വേണമെന്നൊക്കെ അനിമോള് പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ അനീഷിന്റെ കോയിനൊക്കെ അതിൽ ഒളിപ്പിച്ച് വെക്കുകയാണ് ചോക്ലേറ്റിന്റെ പേരിൽ. ആര്യനോട് ചോക്ലേറ്റ് ചോദിക്കുന്നുണ്ട്, അപ്പൊ നൈറ്റ് ആകുമ്പോൾ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിന്റെ പേരിൽ കോയിൻ കാണാനില്ല, അതിന്റെ പേരിൽ അവിടെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ ലക്ഷ്മി അല്ലല്ലോ നമ്മുടെ ലക്ഷ്മി ജിസയിൽ തമ്മിലൊരു അടി ഉണ്ടാവുന്നത്. അതായത് ജിസയിൽ മലയാളമാണ് ഇവിടെ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ജിസയിൽ ഒന്ന് പൊളിച്ചു വിടുന്നുണ്ട് ലക്ഷ്മി. പക്ഷെ ജിസയിൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇതിന് ശേഷം നമ്മുടെ പേരെന്താ ഷാനവാസും ബിന്നിയും തമ്മിലൊരു അടി ഉണ്ടാവുന്നത്. ഷാനവാസ് വെറും കൈ കൊണ്ട് ഈ നമ്മുടെ ബീഫോ മട്ടൺ എന്തോ അത് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിന്നിയും ലക്ഷ്മിയും ഷാനവാസ് തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ബിന്നിയും ഷാനവാസ് തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നത്. കാരണം ബിന്നി ഒരു ജോലിയും ചെയ്യാതെ ചപ്പാത്തി പരത്താൻ വാന്ന് വിളിച്ചപ്പം ഫുഡ് കിച്ചൺ ടീമിൽ ഡ്യൂട്ടി ചെയ്യാത്തവർക്ക് ഫുഡ് കൊടുക്കില്ലെന്ന് ബിന്നി പറയുക. നമ്മള് പ്രൊമോയില് കണ്ടത് കണക്ക് തന്നെ. പിന്നെ രാത്രി ഇവരുടെ ഒരു ഫണ്ണി അനിമോള് ആതിരയും തമ്മിലുള്ള ഒരു ഫണ്ണി കളി തമാശ ഒക്കെ ആയിരുന്നു. ബെഡില് എന്തോ ക്രീമൊക്കെ എടുത്ത് ഒഴിക്കുന്നത്. ഇന്നലത്തെ ബാക്കി പത്രം ഇതിന്റെ ബാക്കി പത്രം അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മെയിൻലി വീക്ക്ലി ടാസ്ക് ആയിരുന്നു. പക്ഷെ നല്ലൊരു ടാസ്ക് ആയിരുന്നു. നല്ലൊരു ടാസ്കിൽ ഇവർക്ക് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അത്രത്തോളം ഇവർ കുളവാക്കി വെച്ചു. ഇവർക്ക് ഒരു പോയിന്റ് പോലും നേടാൻ പറ്റില്ല. ഇന്ന് നന്നായിട്ട് ഇവർക്ക് പോയിന്റ് നേടാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് ഇത്രയും അനീഷ് മാത്രമാണ് കുളവാക്കിയത്. ഇന്നത്തെ തെറ്റ് അത് എങ്ങനെ പോയാലും അനീഷിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു തെറ്റ്. ഇന്നത്തെ തെറ്റ് ബാക്കി എല്ലാവരും നന്നായിട്ട് തന്നെ ടാസ്ക് ചെയ്ത് പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആര്യൻ ഇപ്പൊ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ആര്യൻ കയറി വരുന്നുണ്ട്. അതായത് ഇന്നലത്തെ വീക്ക്ലി ടാസ്ക് മുതൽ വീക്ക്ലി ടാസ്ക് അല്ല മിനിഞ്ഞത് മൺഡേത്തെ എപ്പിസോഡ് മുതൽ ആര്യന്റെ ഗെയിം ചേഞ്ച് ആയിട്ട് ആര്യൻ ഇത്തിരി കയറി വരുന്നുണ്ട്. അതായത് ആര്യന് ജിസയിലൂടെ നടക്കുന്നതും ഒരു നല്ല പരിപാടിയാണെന്ന് ആര്യൻ ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് മാത്രമല്ല, അത് ഇന്നത്തോടെ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടോ. അത് മാത്രമല്ല ആര്യൻ നന്നായിട്ട് ഗെയിം കളിച്ച് വരുന്നുണ്ട്. ശരിക്കും ഇന്നലെ നന്നായിട്ട് ഗെയിം കളിച്ച് ആര്യൻ ഇന്നും നന്നായിട്ട്. ഇന്ന് ആര്യന്റെ ബോട്ടിൽസ് മാത്രമേ അനിമോൾ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. ആര്യന്റെ ബോട്ടിൽസ് മാത്രം. ആര്യൻ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിച്ച് വരുന്നുണ്ട്. ഇത് അനിമോളും ഈ ഒരു ടാസ്കിന്റെ അനിമോൾ ഇത്തിരി പോസിറ്റീവ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ അനീഷിന്റെ ഗെയിം താഴോട്ട് പോകുന്നതിന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ഷാനവാസുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്. സീരിയസ്ലി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒറ്റയാനായിട്ട് നിന്ന് അനീഷിനെ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. പക്ഷെ ഈ ഒരു കൂട്ടുകെട്ടിൽ പെട്ടുപോയ അനീഷിനെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒട്ടും പറ്റുന്നില്ല. കാരണം അനീഷിന്റെ ഗെയിം ഈ ഒരു കൂട്ടുകെട്ട് കാരണം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സീരിയസ്ലി അനീഷിന്റെ ഗെയിം ഡൗൺ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ബാക്കി ചിലരൊക്കെ ഗെയിം കയറി വരുന്നുണ്ട്. മാത്രമല്ല ഇവർ തമ്മിലുള്ള ഒരു അലിഗേഷൻ ഫൈറ്റ്സും പേഴ്സണൽ ഗ്രഡ്ജും ഒക്കെ ഏകദേശം ഇപ്പൊ മാറി വരുന്നുണ്ട്. പേഴ്സണൽ ഗ്രഡ്ജ് നല്ലതുപോലെ മാറി, പരസ്പരം തമ്മിലുള്ള എല്ലാം നല്ലതുപോലെ മാറി വരുന്നുണ്ട്. ഗെയിമിലോട്ട് ഫോക്കസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലരുടെയൊക്കെ ഗെയിം ഓഫ് ആയിട്ടുണ്ട്. അതായത് ജിസയിലിന്റെയൊക്കെ ഗെയിമൊക്കെ നല്ലതുപോലെ ഓഫ് ആയിട്ടുണ്ട്. ചിലരൊന്നും ഇപ്പൊ ഗെയിമിലോട്ട് അധികം ഇൻവോൾവ് ആവുന്നില്ല. നമുക്ക് നോക്കാം. ഇനി നാളെ വീക്ക്ലി ടാസ്കിന്റെ ബാക്കി വ്യാഴാഴ്ചയില്ലേ, അപ്പൊ വീക്ക്ലി ടാസ്കിന്റെ ബാക്കി എന്താവുമോ എന്ന് നമുക്ക് നോക്കാം. ഇനി ജിഷിനും ഇനി ആരും ജയിൽ ടാസ്ക് ഉണ്ടാവുമോ എന്ന് അറിയില്ല. പക്ഷെ ജിഷിനും നെവിനും ഓൾറെഡി ജയിലിൽ പോയി. മിക്കവാറും അവര് തന്നെയായിരിക്കും ജയിലിൽ പോകുന്നത്. ഇത് മാറുമെന്ന് എനിക്ക് അറിയില്ല. ക്യാപ്റ്റൻസിയിലിട്ട് എന്തായാലും ഇനി മിക്കവാറും അനിമോൾ ക്യാപ്റ്റൻസിയിലോട്ട് പോകും. കാരണം ക്വാളിറ്റി ഇൻസ്പെക്ടറിൽ ഒരാൾ ക്യാപ്റ്റൻസിയിലോട്ട് പോകും. നോക്കാം. ഇനി നാളെ വീക്ക്ലി ടാസ്ക് ഇവർക്ക് ഒരു പോയിന്റ് എങ്കിലും നേടാൻ പറ്റുമോ, ഒരു കോയിനെങ്കിലും നേടാൻ പറ്റുമോ എന്ന് നോക്കാം. കാരണം ഇവരുടെ റേഷനാണ്, ഇവർക്ക് നേടിയേ പറ്റുള്ളൂ. ഒരു കോയിനെങ്കിലും നേടാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. സോ എനിവേ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഓൾ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. താങ്ക് യു.